വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 Kings 4:1-7. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച്. ശബ്ദമുയർത്തി. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവരുടെ പാത്രങ്ങളെ വെച്ചുകൊണ്ട് പാത്രങ്ങൾ നിറഞ്ഞ ശേഷം ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം ഉപചേരം കഴിച്ചോളുക എന്ന് പറഞ്ഞു. അനേകം മെസ്സേജുകൾ നമ്മൾ ഇതിനകത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ആശയ്ക്ക് വിരോധമായി ആശയോടെ ഇരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അവിടെ നോക്കിയേ, എല്ലാ ആശങ്കകളും അവൾക്ക് മുമ്പിലുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ മുൻപോട്ട് ഒരു തരി പോലും നീങ്ങുവാൻ കഴിയാതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് ഈ തണുപ്പത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ജോലിയില്ല, ഭക്ഷണമില്ല, കുഞ്ഞുങ്ങളിതെ കടക്കാരൻ കൊണ്ടുപോകാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രശ്നം ജോലിയുണ്ട്, അല്പം കടമുണ്ട്, സമ്പാദ്യത്തിന് അല്പം കുറവുണ്ട്. പക്ഷേ ഭൂമിയിൽ നമുക്ക് ഇത്രയും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ആരുടെ മുമ്പിൽ ഇരക്കാതെ, ആ പദം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കറക്റ്റ് അല്ലായിരിക്കാം, നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. ആരുടെ മുമ്പിൽ ചെന്നും കൈ നീട്ടാതെ ദൈവം എന്നെ പുലർത്തുന്നുണ്ടെങ്കിൽ അത് മതി എന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഓക്കെ, അവളുടെ മുമ്പിൽ വളരെയധികം പരാജയത്തിൻ്റെ ശബ്ദം മാത്രമാണ് അവളുടെ മുമ്പിലുള്ളത്. പരാജയം. അവളുടെ ആശയമായിരുന്നു സ്വന്തം ഹസ്ബൻഡ് കൂടെ ഇരുന്ന് അവളെ വഴി നടത്തുമെന്ന്, അല്ലേ? ഒരു ഭൂമിയിൽ ഒരു സഹോദരിക്ക് ആശ്വാസം എന്ന അപ്പനും അമ്മയും കഴിഞ്ഞാൽ അടുത്ത് കല്യാണം കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്യാൻ എനിക്കൊരു ആണൊരുത്തൻ, മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണൊരുത്തൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്താഗതി ഇപ്പോൾ അവൾക്കില്ല. 2, സാമ്പത്തികമായി വളരെയധികം ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലാണ്. സാമ്പത്തികം മാത്രമല്ല, ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന ഈ ഭൂമിയിൽ പറയാൻ കഴിയുന്ന 2 മക്കളെ അതുങ്ങളെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ആ സഹോദരി നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. അവിടെ എനിക്ക് പറയാൻ ഒരു ഭാഗം കൂടെ ഉണ്ട്. അവളുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ അവൾ തൊട്ടയൽക്കാരോട് ചോദിക്കാൻ പോയില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് എനിക്ക് ഈ പ്രശ്നമുണ്ടെന്ന് പറയാൻ പോയില്ല. എനിക്കിങ്ങനെ ഭാരമുണ്ടെന്ന് പറയാൻ പോയില്ല. അവൾ പോയത് അഭിഷിക്തൻ്റെ അടുത്തേക്കാണ്. ഞാനതിനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അവൾ പോയത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഏറുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ദൈവത്തോട് ചെന്ന് പറയുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരിയോടോ നിങ്ങളുടെ സഹോദരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തോട് പറയാൻ സന്നിധിയിൽ, ദൈവസന്നിധി നെടുമ്പാടവിന് പറയുന്ന ഒരു വാക്ക് പോലും അവൻ വെളിയിൽ കൊണ്ടുവരത്തില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിന്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കർത്താവിൻ്റെ കാര്യമുണ്ടെങ്കിൽ ഇന്നോ പകലിൽ പറയണം, കർത്താവ് മനുഷ്യന്റെ മുഖത്തേക്കല്ല ഞാൻ നോക്കിയത്, ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. എന്നെ ചിന്തിപ്പിച്ചത് ഏലീശയുടെ അടുത്തേക്കാണ്. ഏലിയാവിൻ്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച ഏലീശയുടെ അടുത്തേക്കാണ്. ഏലിയാവ് ഏകദേശം 14ഓളം അത്ഭുതങ്ങളാണ് അവനിലൂടെ നടന്നത്. പക്ഷേ ഏലീശയുടെ മേൽ 28ഓളം അത്ഭുതങ്ങൾ അവനിലൂടെ ചെയ്തൊരു ഇരട്ടി പങ്ക്. ഏലീശ അവളോട് പറയുന്നു, നിന്റെ കൈവശം എന്തോളത്? ഉടനെ അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല.
മറ്റൊന്നുമില്ല. ഒരു ഭരണി എണ്ണ. ഞാനതിന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈവശമുള്ളത് എന്താണോ അതിനെ വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിന് പറ. നിങ്ങളുടെ കയ്യിൽ അല്പം പ്രാർത്ഥിക്കാനുള്ള കഴിവേ ഉള്ളൂ, അതിനെ ഉപയോഗിക്കുക. നിങ്ങളുടെ കൈകളിൽ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളെ ആരാധിക്കാനുള്ള കഴിവേ ഉള്ളൂ, അത് ദൈവസന്നിധിയിൽ ഉപയോഗിക്കുക. ചിലർക്ക് ദൈവസന്നിധിയിൽ വന്ന ആലയം ഒന്ന് തൂത്തുവൃത്തിയാക്കാനായിരിക്കും, അത് നിങ്ങൾ ചെയ്യുക. ചിലർക്ക് ഫുഡ് ഉണ്ടാക്കാനായിരിക്കും, അത് ദൈവനാമത്തിന് വേണ്ടി ചെയ്യുക. ചിലർക്ക് ശാരീരികമായി ചില കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളതായിരിക്കും, അത് നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ അല്പത്തിൽ നിന്നെ അധികത്തിന് വിചാരകനാക്കാൻ കർത്താവിന് കഴിയുമെന്ന്. നിങ്ങളുടെ കൈവശമുള്ളത് എന്താണോ അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അത് ദൈവത്തിന് വേണ്ടി പ്രയോഗിക്കുക. നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. അവിടെയാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇവിടെ നോക്കിക്കേ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ഭരണി എണ്ണ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഏലീശയ്ക്ക് നിന്റെ കടം മാറട്ടെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മാറ്റാൻ കഴിയത്തില്ലായിരുന്നു? പറ്റുമായിരുന്നു. പക്ഷേ ഏലീശ അതെന്താ ചെയ്തില്ല? നിന്റെ കയ്യിലുള്ളതിനെ എടുത്ത് നീ ഒന്ന് ഉപയോഗിക്കണം. ഇന്ന് പകലിൽ ആത്മാവിൽ തൂത് കൈമാറുകയാണ്. നിന്റെ കയ്യിലുള്ള ഭരണിയിലെ എണ്ണയാണോ അതിനെ നീ വർദ്ധിപ്പിക്കുന്നവളായി മാറട്ടെ ഈ ദിവസങ്ങളിൽ. നിന്റെ കയ്യിലെ പ്രാർത്ഥന എന്നുള്ള ആ ഭരണിയാണോ കയ്യിലിരിക്കുന്നത്, അതിനെ നീ ദിവസങ്ങളിൽ വളർത്തിയെടുക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ പ്രശ്നം നമ്മുടെ കയ്യിലുള്ളതല്ല പ്രശ്നം, നമ്മുടെ കയ്യിലില്ലാത്തതാ പ്രശ്നം. നമ്മുടെ കയ്യിലുള്ളതൊട്ട് നമുക്ക് അറിയത്തുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് അവൻ്റെ കയ്യിലെന്ത് ഉള്ളതെന്നുള്ളതാണ്. ഞാൻ ഒരു വാചകം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കുറവുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, നിങ്ങൾക്കുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരിക്കൽ കൂടെ പദം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കുറവുള്ളതിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, നിങ്ങൾക്കുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ കൈവശം എന്തോള്ളത്? അല്പം എണ്ണയാ. അവൾക്കുള്ളതിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും പ്രശ്നം അനുഭവിക്കുമ്പോൾ, ഇത്രയും പ്രതികൂലം അനുഭവിക്കുമ്പോൾ എങ്ങനെ ഒരു ഭരണി എണ്ണയുണ്ടെന്ന് ഉറപ്പിച്ച് അവൾക്ക് പറയാൻ പറ്റും? ഭർത്താവും മരിച്ചു, ആശ്രയം നഷ്ടപ്പെട്ടു, 2 കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതുങ്ങളിത് കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. ആ സാഹചര്യം നിങ്ങളുടെ ഈ മനസ്സിനകത്തേക്ക് ഒന്ന് കൊണ്ടുവന്നേ. പുറത്ത് ഒരു ജോലിക്ക് പോകണമെങ്കിൽ വീട്ടിലിട്ടേച്ച് നിങ്ങളിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. സാമ്പത്തികമായി ഞെരുക്കം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും നേരാൻ വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇപ്പൊ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാ. 10-25 ലക്ഷം രൂപ മുടക്കി വെച്ചാൽ ഇങ്ങോട്ട് വന്നത് കടക്കാർ അവിടെ വീട്ടിൽ ചെന്ന് പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ പറയുന്നേ. അവിടെ അടച്ചു വിട്ടാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ചെലവും നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിനകത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യേ, ഒരു പാത്രം എണ്ണയുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തൂടെയെങ്കിലും പോവോ? അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അല്പം ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിനകത്ത്. പക്ഷേ അവളുടെ കരുത്തിൽ എന്താ ഉള്ളതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം നമ്മുടെ കയ്യിലുള്ള എന്താ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട്. നിങ്ങളുടെ കയ്യിൽ അല്പം എണ്ണയുള്ളോ, അതിനെ വ്യാപാരം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്താ വ്യാപാരം ചെയ്യാനുള്ളത്, അതിനെ എടുത്ത് വ്യാപാരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിന്മേൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളായി മാറുമെന്ന്. ഒന്നാമതായിട്ട് നാം പറഞ്ഞത്, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുക. 2, നിങ്ങളുടെ കൈവശമുള്ളത് ഉപയോഗിക്കുക. നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ ഉപയോഗിക്കുക. 3-ാമതായിട്ട് ഏലീശ അവളോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയില്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറയരുത്. 3-ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസത്തിന് ഒരു ചുവട് വെപ്പ് ഈ ദിവസങ്ങളിൽ നടക്കണം.
വിശ്വാസത്തിനൊരു ചുവടുവെപ്പ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ ഉണ്ട്. അത് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അവിടെ അവളോട് പറയുന്നു, ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ, വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. ഇന്നലെ വരെ ഒരുപക്ഷെ ദാരിദ്ര്യത്തിനകത്തും ചിലപ്പോൾ ആരോടും ചെന്ന് ചോദിക്കുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരുന്നിരിക്കാം ആ സഹോദരി ആയിരിക്കുന്നത്. പക്ഷെ പ്രവാചകൻ പറയുന്നു, നീ പോയി വെറും പാത്രങ്ങൾ വാങ്ങണം. ഞാനൊരു ചിന്ത പറയാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ജോബി ബ്രദറിൻ്റെ അടുത്തോട്ടാണ് വരുന്നെന്ന് വിചാരിച്ചോ, അച്ഛാ എനിക്ക് കുറച്ച് പാത്രങ്ങൾ വേണം. സ്വാഭാവികമായിട്ടും പറയാൻ പോകുന്നത്, രാജസിസ്റ്ററോട് പറയാൻ പോകുന്നത്, എടിയേ ഇത്രയും ദിവസം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം എന്നെ കാണിക്കാനാണോ ഈ കൊണ്ട പാത്രങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത്? സ്വാഭാവികമായിട്ടും ചിന്തിക്കത്തില്ലേ? വലിയ വലിയ പാത്രങ്ങളും കൊണ്ടുവരിക. അവരുടെ വീട്ടിൽ ഒന്നുമില്ല, പക്ഷെ എന്നാ സംഭവിച്ചേ? ദൈവപ്രവൃത്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നതാ. ലോകം നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും, ലോകം നിന്നെ നോക്കുമ്പോൾ ഒന്നും മേൽഗതിയില്ലെങ്കിലും, നിന്റെ കരത്തിൽ അല്പം ഭരണിയിലുള്ള എണ്ണ മാത്രമേ ഉള്ളെങ്കിലും, നീ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ, അതിൻ്റെ മേൽ ചില ദൈവപ്രവർത്തികൾ വിശ്വാസത്തോടെ നീ ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ, നീ കാലുകളെ വയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ, അതിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവിൽ കുടുംബങ്ങളോട് ദൂത് പറയുകയാണ്. ഇന്ന് പകല് ദൈവത്തിൻ്റെ ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ ചില ദൈവപ്രവർത്തികൾ നിന്നിലൂടെ നടക്കേണ്ടതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നീ കാലുകളെ വെക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അവിടെ നോക്കിക്കേ, അവളോട് പറയുന്നു, പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് അത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ഒഴിഞ്ഞ പാത്രങ്ങൾ അകത്ത് കടന്ന് അവൾ പാത്രങ്ങൾ വെച്ചു കൊടുത്തു. അവൾ അതിൽ പകർന്നു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്ന് പോയി. പാത്രങ്ങൾ കൊണ്ടുവന്നു. എന്നെ അവിടെ ചിന്തിപ്പിച്ചത്, ദൈവത്തിൻ്റെ സമൃദ്ധി ഒഴിഞ്ഞ പാത്രങ്ങളിൽ നീ പ്രതീക്ഷിക്കുക. ഒഴിഞ്ഞാണോ കിടക്കുന്നത്? ഇന്ന് പകലിൽ പറയണം, ദൈവത്തിൻ്റെ സമൃദ്ധി ഈ പാത്രത്തിനകത്ത് നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകലിൽ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് പകലിൽ അതിനെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയണം, ദൈവത്തിന്റെ സമൃദ്ധി ആദ്യമേൽ വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ആത്മാവിനുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സാമ്പത്തികത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, ദൈവത്താലുള്ള ഒരു സമൃദ്ധി ആദ്യമേ വെളിപ്പെട്ടു വരണമെന്ന്. ഏതെല്ലാം മേഖലയിൽ അഭിവൃദ്ധികൾ ഉണ്ടാകും? സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഫിസിക്കൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഫാമിലി പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ ബൈബിളിൽ ഞാൻ കണ്ടതാ. ഇത് നിനക്ക് വേണ്ടിയുള്ള, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടിയുള്ളതാ. പാസ്റ്റർ പറയും ദുരുപദേശമാണ്, നല്ല വാക്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു പോകാം. സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഉണ്ടാകണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഏതോടുകൂടെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന നിനക്ക് വേണ്ടി സകലവും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ഞെരുക്കമുണ്ടാകാനെന്നല്ല, സമൃദ്ധി ഉണ്ടാകാനോ അത്രേ ഞാൻ വന്നത്. ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ കുടുംബത്തിനകത്ത് എനിക്കൊരു ആത്മീക അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ,
ഒരു സ്പിരിച്വൽ പ്രോസ്പിരിറ്റി ഇന്ന് പകലിൽ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, സഭയ്ക്കകത്ത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്പിരിച്വൽ അഭിവൃദ്ധി എൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകട്ടെ. ഞാൻ ആത്മാവിൽ അഭിവൃദ്ധി പ്രാപിച്ചാൽ എൻ്റെ കുടുംബവും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും. എൻ്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിച്ചാൽ അത് സഭയ്ക്കകത്ത് വെളിപ്പെട്ടിരിക്കും. സഭയ്ക്കകത്ത് ആത്മാവിലൊരു അഭിവൃദ്ധി സംഭവിച്ചാൽ അത് ദേശത്ത് പടർന്നിരിക്കും. അത് ദേശത്തെ മാത്രമല്ല ഒരു പട്ടണം മുഴുവൻ പിടിക്കുന്നതായി മാറുമെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ചാൽ നീ വിളിച്ചു പറ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന എനിക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. ഉൽപ്പത്തി പുസ്തകം 26:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈസഹാക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ സമ്പന്നനായെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തന്നതെന്ന്. ഇന്ന് പകലിൽ പറയണം, എനിക്ക് ആത്മിക അഭിവൃദ്ധി മാത്രമല്ല സാമ്പത്തിക അഭിവൃദ്ധിയും എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കും. വിശ്വസിക്കുന്ന ഒരുമിച്ച് ചേർന്ന ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ആത്മിക അഭിവൃദ്ധിയുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട്. ഇനി ആരോഗ്യം കൂടെ ഇല്ല എങ്കിൽ എനിക്ക് അവസ്ഥ എന്താണെന്ന്. അപ്പം അതിന്മേലൊരു അഭിവൃദ്ധി വേണ്ടേ? ഇന്ന് പകലിൽ പറയണം, ദീർഘായുസ് കൊണ്ട് അവൻ എനിക്ക് തൃപ്തി വരുത്തും. പുറപ്പാട് പുസ്തകം 15:26 വായിക്കണ്ട. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല ന്യായവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അടുത്ത പദം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. യോഹന്നാന്റെ ലേഖനം 1:2 അത് പറയുന്നത് സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. ഇന്ന് പകലിൽ കർത്താവ് ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇരുത്തുന്നുണ്ടെങ്കിൽ, അല്പം ജലദോഷമുണ്ടെങ്കിലും അല്പം പെടലിക്ക് വേദനയുണ്ടെങ്കിലും എന്നെ കർത്താവ് ഇരുത്തുന്നുണ്ടല്ലോ. അവൻ്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ കർത്താവിൻ്റെ സ്തുതി പറയാം. ആത്മീക അഭിവൃദ്ധികളുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധികളുണ്ട്, ആരോഗ്യ അഭിവൃദ്ധികളുണ്ട്, കുടുംബത്തിനകത്തും അഭിവൃദ്ധികളുണ്ട്. സങ്കീർത്തനം 128:3-4 നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഓലിവ തൈകൾ പോലെയും ഇരിക്കും. അടുത്ത പദം, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആരോഗ്യ അഭിവൃദ്ധി മാത്രമല്ല, കുടുംബത്തിനകത്തും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കുടുംബത്തിനകത്ത് ദൈവിക സമൃദ്ധി വേണമോ? 2-3 കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് പറയാൻ പോവുകയാണ്. 1, എല്ലാറ്റിനും ദൈവത്തെ ആദ്യം കാണുക. കുടുംബത്തിനകത്ത് ദൈവിക സമൃദ്ധി വേണമോ? ഒന്നാമതായിട്ട് ദൈവത്തെ മുൻ നിർത്തുക. കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുക, ദൈവവചനം പഠനം നടത്തുക, അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുക. 2, കുടുംബത്തിനകത്ത് സ്നേഹവും ക്ഷമയും പുലർത്തുക. കുടുംബ ബന്ധങ്ങൾ അറ്റുപോകരുത്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കൊലോസ്യ ലേഖനം 3:13 കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പറ നിങ്ങളും ചെയ്യുവിൻ. കുടുംബ ബന്ധത്തിനകത്ത് ദൈവിക സമൃദ്ധി നടക്കണമോ? സ്നേഹവും പരസ്പര ക്ഷമയും പറയുന്ന കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ ആദ്യം വയ്ക്കുക, സ്നേഹവും ക്ഷമയും പുലർത്തുക. അടുത്തത് ആത്മീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക. ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക. മക്കളെ ദൈവഭക്തിയിൽ വളർത്താൻ തുടങ്ങിയാൽ ആ കുടുംബം അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടും. സദൃശ്യം 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല.
അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കതിരെ കൊണ്ട് വളം വെക്കാനല്ല, കതിരെ കൊണ്ടിട്ട് അവൻ വളരട്ടെ. 16 വയസ്സായില്ലേ, 18 വയസ്സായിട്ട് അവന് പറഞ്ഞു കൊടുക്കുക സ്നാനത്തെ പറ്റി, രക്ഷിക്കപ്പെടുന്നതിനെ പറ്റി എന്നല്ല, ചെറുപ്പത്തിലെ പറഞ്ഞു തുടങ്ങണം. ഒരു കർത്താവുണ്ട്, ഒരു രണ്ടാം വരവുണ്ട്. അവനെ ചേർക്കാൻ, നിന്നെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരുമെന്നുള്ള ആ വചനങ്ങൾ ഹൃദയത്തിനകത്തേക്കൊന്ന് പകർന്നു കൊടുക്കുന്ന കുടുംബത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകുന്നത്. നാലാമത്, ഒരു ശുശ്രൂഷയുടെ മനോഭാവം കുടുംബത്തിനകത്ത് ഉണ്ടായിരിക്കണം. അഞ്ചാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ചില സമയങ്ങളിൽ നിന്ന് പോകുന്നൊരു സാധനമാണ് സമാധാനം നിലനിർത്തുക. എഫെസ്യ ലേഖനം 4:31, 32, 33 ഒക്കെ വായിക്കുമ്പോൾ, എല്ലാ കയ്പും കോപവും ക്രോധവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ അത് മതി. കുടുംബത്തിനകത്ത് സമൃദ്ധി വേണമോ? 1, ദൈവത്തെ മുമ്പിൽ കാണുക. 2, സ്നേഹവും ക്ഷമയും പുലർത്തുക. 3, ആത്മീക മൂല്യങ്ങളിൽ മുൻപോട്ട് പോകുക. ശുശ്രൂഷ മനോഭാവം പുലർത്തുക. സമാധാനത്തിൽ നിൽക്കുക. 5, ദൈവിക സംരക്ഷണവും സമൃദ്ധിയും, ഡിവൈൻ പ്രൊട്ടക്ഷൻ ആൻഡ് ബ്ലെസ്സിങ്സ്. യിരെമ്യാവിന്റെ പുസ്തകം പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പകലിൽ എവിടെയൊക്കെ സമൃദ്ധി വേണമോ, കുടുംബത്തിനകത്ത് സമൃദ്ധി വേണമോ, അവിടെ ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കണം. അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ദൈവം അവളുടെ ആവശ്യം നിറവേറ്റി. അവിടെ പറയുന്ന 7-ാമത്തെ വാക്യം, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചോളുക. കടം വീട്ടാൻ മാത്രമല്ല അവിടെ വഴി തുറന്നത്. ഇന്നലെ വരെ എന്താണോ പ്രശ്നം ഉണ്ടായിരുന്നത്, ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ജീവിക്കാൻ ബുദ്ധിമുട്ടിയത്, അതിനെ കവിയുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയുടെ മേൽ കൃപ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ മാത്രമല്ല, അടുത്ത ഒരു ആവശ്യം വരുമ്പോൾ അതിനുള്ളതും കൂടെ കർത്താവ് എൻ്റെ കരങ്ങളിൽ തരുമെന്ന് ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ദൈവമക്കളുടെ എല്ലാ കണ്ണുകളും അടച്ചിരുന്നാട്ടെ. കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ഇന്നത്തെ ജീവിതത്തിന് മാത്രമല്ല, എൻ്റെ ഭാവിക്ക് വേണ്ടിയും കർത്താവ് കരുതുന്നവനാ. എൻ്റെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി മാത്രമല്ല, നാളത്തെ ആവശ്യത്തിനും അവ വഴി തുറക്കുവാൻ വിശ്വസ്തനാ. ഇന്ന് കാണുന്ന ഞെരുക്കം എന്നെ തളർത്താൻ നോക്കിയാലും, ഇന്ന് കാണുന്ന പ്രശ്നം എന്നെ അതിനകത്ത് മൂക്കിക്കളയാൻ നോക്കിയാലും, ആത്മനിറവ് പ്രാപിച്ച നീ അതിനെ നോക്കി വിളിച്ചു പറയണം, അതിനകത്ത് മുങ്ങി താണുവോ പോകുവാനല്ല, എന്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൽ നിന്ന് സമൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായിട്ടതും മാറട്ടെ. ഇന്നലകളിൽ ഞെരുക്കിയതിനെ, ഇന്നലകളിൽ നിനക്ക് ഇല്ല എന്ന് പറഞ്ഞതിന്, സമൃദ്ധി ഇല്ല എന്ന് പറഞ്ഞതിന് ഇന്ന് പകൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവകൃപ ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ, ആ വിധവയുടെ മുമ്പ്, വിധവയ്ക്ക് വേണ്ടി അങ്ങയുടെ കരം ചലിച്ചെങ്കിൽ, ഇന്ന് പകൽ ഇന്ന് വരെ കാറ്റും മഴയും കണ്ടില്ലെങ്കിലും, കൈപ്പത്തി പോലെയുള്ളൊരു മേഘം എനിക്ക് വേണ്ടി തുറന്നില്ലെങ്കിലും, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എനിക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്നതും പകലിൽ ഇന്ന് പകലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ആത്മാവിൽ അന്യഭാഷകളെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ എന്റെ കരത്തിൽ അല്പം എണ്ണയേ ഉള്ളൂ, അല്പം ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കാനേ എനിക്ക് അറിയത്തുള്ളൂ, ദൈവസന്നിധി നിലവിളിക്കാനേ എനിക്ക് അറിയത്തുള്ളൂ. ഇന്ന് പകൽ നീ അത് ചെയ്യ്. നിനക്ക് വേണ്ടി സ്വർഗം നിന്റെ തലമുറകളുടെ മേൽ അത് നീതിക്കായി വെളിപ്പെടുന്ന പകലായി മാറട്ടെ.